അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ വിച്ചപ്രശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് 47 സെന്റ് സ്ഥലമാണ്. ഈ 47 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ല പ്ലോട്ട് ആക്കിയിട്ട് വേണം അങ്ങനെ കൊടുക്കാം. ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ, ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് മലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്താണ്. മലപ്പുറത്ത് നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ആണ് ദൂരം. നമുക്ക് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരം. മാത്രമല്ല ഇതിന്റെ തൊട്ടപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ബസ് റൂട്ട് വേറുണ്ട്, അത് പോക്കറ്റ് റോഡാണ്. അപ്പോൾ എപ്പോഴും ബസ് ഉണ്ടാവില്ല. മാത്രമല്ല ഈ ജുമാ മസ്ജിദ്, ഈ മസ്ജിദിന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലം. അപ്പോൾ എല്ലാവർക്കും വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ വില ഞാൻ ആദ്യം പറയാം. വെറും 65,000 റുപ്യാണ് സെന്റിന്. ഒരു സെന്റിന് 65,000 റുപ്യ. അല്ല, നിങ്ങൾ ഒന്നിച്ചെടുക്കുകയാണോ, നമുക്ക് നെഗോഷ്യബിൾ ഇനി ഒരുപാട് ആക്കിത്തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്നവർ ഓരോരുത്തരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ്, അല്ല നമ്മുടെ സ്ഥലത്തേക്കുള്ള റോഡ്, മലപ്പുറത്ത് വരുന്ന റോഡ്. മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും നമ്മുടെ സ്ഥലം. ഫ്രണ്ടേജ് 2 സൈഡ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. 2, 3 ഉണ്ട് ഇതിന്. ആലുപുറം റോഡാന്നാ പറഞ്ഞത്. ഇതിന് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്കിവിടെ ഗേറ്റ്. ഇതാണ് നമ്മുടെ സ്ഥലം. അതിൻ്റെ പുറമെ നമുക്ക് ഈ സൈഡിൽ കൂടെ പോക്കറ്റ് റോഡ് വേറുണ്ട്. അവിടെയൊക്കെ വീടുകളാണ്. മസ്ജിദ് അവിടെയാണ്. ഈ സ്ഥലത്തിന്റെ തൊട്ടതാണ് നമുക്ക് മസ്ജിദ് കേട്ടാ. ഇതിനെ റോഡ്, അതാണ് മസ്ജിദ്. കണ്ടില്ലേ ഹബീബിങ്ങൾ? അപ്പൊ ഈ റോഡും ആയിരിക്കും പെടും. ഇങ്ങനെ ഈ സൈഡും അപ്പുറത്തെ സൈഡും ഒക്കെ റോഡുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇന്ന് കാണുന്നത്. അപ്പൊ എൻ്റെ ഹബീബിങ്ങളെ നമുക്ക് ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം, എന്നാലേ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് നമുക്ക് വണ്ടികൾ വരുന്ന റോഡ്. അല്ലേ, നമ്മുടെ സ്ഥലത്തിന്റെ വണ്ടി വരുന്ന റോഡാണ്. നമുക്ക് കണ്ടോ ഈ സൈഡിൽ കൂടെ ഒക്കെ റോഡാണ്. സൈഡ് റോഡ് വേറുണ്ട് കേട്ടോ, മെയിൻ റോഡ് വേറുണ്ട്. അപ്പൊ എല്ലാ വണ്ടികൾക്കും വരാം. അല്ലേ, നല്ല നിരപ്പായ സ്ഥലം, നല്ല വീടുകൾ വെക്കാൻ പറ്റിയ സ്ഥലം, നിറയെ വീടുകളുള്ള ഏരിയ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒറ്റപ്പാലം മണ്ണാർക്കാട് മെയിൻ റോഡും മലപ്പുറത്തുനിന്ന് നമുക്ക് ആകെയുള്ള ദൂരം 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ കേട്ടോ. 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. അതായത് ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ആണ് ദൂരം. നല്ല അടിച്ചാപ്പൊളി സൈറ്റ്, ഒരു 30 സെന്റ് 55 സെന്റ് ഒക്കെ മേടിക്കുക. അതല്ല ഒന്നിച്ച് വേണം, ഒന്നിച്ച് മേടിക്കുക. ഒന്നിച്ചാകുമ്പോൾ നമുക്ക് റേറ്റിൽ കമ്മി വരും, എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് തരും. എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല നിരപ്പായ സ്ഥലം കണ്ടില്ലേ? എൻ്റെ ഹബീബികൾ കാണുന്നില്ലേ? നിറയെ വീടുകൾ. ഇതാണ് ഈ ഏരിയ ഒക്കെ ഫുള്ള് വീടുകൾ കേട്ടോ. എവിടെ നോക്കിയാലും 55 സെന്റിലും 30 സെന്റിലും വീടുകളാണ്. ഈ സ്ഥലം മാത്രമാണ് ഇവിടെ ഇപ്പോൾ കാലിയായിട്ട് കിടക്കുന്ന സ്ഥലം. പള്ളിയുടെ തൊട്ട സ്ഥലം ഇതാണ് പള്ളി. ഇതിന് തൊട്ട മുന്നിൽ പള്ളിയുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്നിട്ടാണ് പള്ളി കിടക്കുന്നത്. ആണല്ലേ, പള്ളിയോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയിലൊക്കെ വീടുകൾ. ഇതാണ് എൻ്റെ ഹബീബികൾ കാണണം. നമുക്ക് അധികം റോഡാണ് കേട്ടോ. റോഡ് 2 സൈഡ് അതിനൊക്കെ റോഡുണ്ടേ. ആ റോഡൊക്കെ കാണിച്ചു കൊടുക്കുക. ആ റോഡ് പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു കൊടുക്കുക. അതിന് വണ്ടി വരുന്ന റോഡ് കാണിച്ചു കൊടുക്കുക. എല്ലാ ഭാഗം കാണണം. ഇല്ലെങ്കിൽ ആളുകൾ എന്ത് അത് കാണിച്ചു തരാമെന്ന് ചോദിക്കും. ആ റോഡ് കാണിച്ചു കൊടുക്കുക. ഉണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള റോഡുകൾ, ഇങ്ങനെയുള്ള വീടുകൾ, ഇതിന്റെ ഇടയിലാണ് നമ്മുടെ സ്ഥലം. ഈ സൈഡ് ഉള്ളിൽ കാണിച്ചു കൊടുക്കുക. എല്ലാം കണ്ടേ, ഇവിടുന്ന് കാണിച്ചാൽ നിരന്ന സ്ഥലം, ഒരറ്റം മുതൽ ഒരറ്റം വരെ കേട്ടോ. മൊത്തം 45-47 സെന്റ് സ്ഥലമുണ്ട്. നമുക്ക് റെക്കോർഡ് പ്രകാരം അളന്ന് കാണുന്ന സെന്റിനാണ് വില. വിലയൊക്കെ നമ്മൾ ആദ്യം തന്നെയാണ് പറയും. ആണല്ലോ, അല്ലേ, നല്ല അടിച്ചാപ്പൊളി സ്ഥലം. ആണോ? അപ്പൊ നിരപ്പായ സ്ഥലം, അടിപൊളി സ്ഥലം. പ്ലോട്ടുകളാക്കി തിരിച്ചിട്ട് തരും. അല്ല ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച് തരും. തൊട്ടത് നമുക്കിവിടെ മസ്ജിദ് ഉണ്ട്, നിറയെ വീടുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ കട ഉണ്ട്. കണ്ടോ, തൊട്ടടുത്ത് തന്നെ കടയൊക്കെ നമുക്ക് സാധനം മേടിക്കാനൊക്കെ കേട്ടോ. അപ്പൊ നല്ല സ്ഥലമാണ്, നിറയെ വീടുകളാണ്, ഒരുപാട് വീടുകളുണ്ട്. അല്ല, ചെറുതും വലുതുമായ വീടുകളാണ് കാണുന്നത്. നല്ല സൗകര്യമുള്ള സ്ഥലം. ഹബീബിങ്ങൾ കാണണം. നല്ല അടിച്ചാപ്പൊളി സ്ഥലം കേട്ടോ. അടിച്ചാപ്പൊളി സ്ഥലം എന്ന് പറഞ്ഞ് ഒരു അടിച്ചാപ്പൊളി വേറില്ല. അപ്പൊ ഇതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും ബാക്ക് വശം. ബാക്ക് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പേരി ഉണ്ട്. ഈ കമ്പിവേലിയുടെ അതിര് വരെയാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത്. മൊത്തം 47 സെന്റ് സ്ഥലമാണ്. 4 പുറം വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. അതിലൊക്കെ ഒന്ന് കാണിച്ചോളൂ കറക്റ്റ് ആയിട്ട്. എന്നാ ശരി കേട്ടോ. അപ്പൊ ഇതങ്ങനെ വീടുകളൊക്കെ നിറയെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയയിലാണ്. മാത്രമല്ല ഇവിടുന്ന് ഇതിന് തൊട്ടടുത്ത് തന്നെ ജുമാ മസ്ജിദൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതിനൊക്കെ വീടുകളാണ്. സൈഡിൽ കൂടെ ഒക്കെ വീടുകളുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു വീട് വെച്ചിട്ട് താമസിക്കാം.
ജ്യേഷ്ഠനഞ്ചന്മാരുണ്ടെങ്കിൽ ഒരു 3 4 പാർട്ടിക്ക് വീട് വെച്ച് സുഖസുന്ദരമായിട്ട് താമസിക്കാൻ 40 ചില്ലറ സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. എല്ലാ ഭാഗത്തും നമുക്ക് തെങ്ങുകൾ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ, നല്ല തെങ്ങുകൾ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഈ സ്ഥലം കണ്ടു, എൻ്റെ പരിസരം കണ്ടു, എൻ്റെ പരിസരത്തുള്ള വീടുകൾ കണ്ടു, മസ്ജിദ് കണ്ടു, എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്. മാത്രമല്ല ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ അപ്പുറത്ത് പോക്കറ്റ് ബസ് റൂട്ട് ഉണ്ട്. എപ്പോഴും ബസ് ഉണ്ടാവില്ല, ഇടയ്ക്ക് ഒരു ടൈമിങ്. മാത്രമല്ല ഇവിടുന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് ബസ്സാണ്. നമുക്കിവിടുന്ന് ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 7 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ അമ്പലപ്പാറയ്ക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയുള്ള ടൗണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല എല്ലാവർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. നിറയെ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില 75-80 ചോദിച്ചതാണ്. ലാസ്റ്റ് ഒരു 65 ഉറുപ്പികക്കാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇനി ഒന്നിച്ച് ഇതൊരു പാർട്ടി വന്നിട്ട് എടുക്കുകയാണോ? ഈ തെങ്ങ്, അതുപോലെ തന്നെ മാവുണ്ട് ഇതിൽ, അതുപോലെ തന്നെ കുരുമുളകുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നിച്ചൊരു പാർട്ടി എടുക്കുകയാണോ? നമുക്ക് ഇനിയും ഒരുപാട് ഞാൻ പോസിബിൾ ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് മേടിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം. കാരണം ഇതുപോലെ വില കുറഞ്ഞ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, പള്ളിയുടെ അടുത്ത് സ്ഥലമാണെന്ന് അന്വേഷിക്കുന്ന ആളുകൾ, ഇങ്ങനെ സൗകര്യത്തോട് ഏറ്റവും വില കമ്മിയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ നമ്മുടെ പരിസരത്തോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഫാമിലിയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. മാത്രമല്ല എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഒരിക്കലും മറക്കരുത്. ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും. മഅസ്സലാമ.